IBO 2-ൻ്റെ 9ാമത്തെ യൂണിറ്റ് ഇൻ്റർനാഷണൽ പ്രൈസിങ്. നമ്മളെ മാർക്കറ്റിംഗ് നമ്മൾ പ്രൈസിങ്ങിനെ പറ്റി പഠിച്ചു. അത് തന്നെയാണ് അതിനൊരു ഇൻ്റർനാഷണൽ വൽക്കരിക്കുമ്പോൾ ചെറിയ മാറ്റങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതിൽ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ കീപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പ്രൈസിങ് വളരെ കോംപ്ലക്സ് ആണ്. കാരണം ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏണിങ് വരുന്നത്, അവർക്ക് ക്യാഷ് വരുന്നത് ഈ ഇവർ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതനുസരിച്ചാണ്. ബാക്കി പ്രൊഡക്ഷനിലോ എവിടെയും ബിസിനസ്സിന് വരുമാനം വരുന്നില്ല. ഈ സെയിൽസിലൂടെ, മാർക്കറ്റിങ്ങിലൂടെയാണ് വരുമാനം കിട്ടുന്നത്. ആ മാർക്കറ്റിങ്ങിലൂടെ വരുമാനം എത്ര വേണം തീരുമാനിക്കുന്നത് പ്രൈസിങ്ങിലൂടെയാണ്. എൻ്റെ പ്രൈസ് ഓവറായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാനും പറ്റില്ല, ലോ ആവാനും പറ്റില്ല. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. പെട്ടെന്ന് വിശദീകരിച്ച് തരാം. നമുക്കറിയുന്ന കാര്യമാണ്. നമ്പർ 1, കോസ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ്റെ കോസ്റ്റ് ശ്രദ്ധിക്കണം. 100 രൂപക്ക് പ്രൊഡ്യൂസ് ചെയ്ത സാധനം 50 രൂപക്ക് വിറ്റാൽ അത് മുന്നോട്ട് പോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ പ്രൈസ് ഫിക്സ് ചെയ്യുമ്പോൾ ആദ്യം എത്ര ഇതിന് കോസ്റ്റായി നോക്കണം. രണ്ടാമത്തത് കോമ്പറ്റീറ്റേഴ്സ് പ്രൈസ്. നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് അവരെത്രയാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു 100 രൂപയ്ക്ക് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, നമ്മളെ കോമ്പറ്റീറ്റേഴ്സ് ആ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ വിൽക്കുന്നത് 80 രൂപക്കാണ്. അവരെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്കറിയില്ല. ഞങ്ങൾക്ക് 100 രൂപ കോസ്റ്റാണ്, ഞങ്ങൾ 110 വിൽക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അവർ 80 രൂപയ്ക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ പിടിച്ച് വെക്കണമെങ്കിൽ ആ 80 രൂപയ്ക്കല്ല അതിനേക്കാൾ താഴേക്ക് നമ്മൾ വിൽക്കണം. ചിലപ്പോൾ നഷ്ടം സഹിക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനിൽ മാറ്റം വരുത്തുകയോ ക്വാളിറ്റി കുറയ്ക്കുക എന്തെങ്കിലും ചെയ്യേണ്ടി വരും. കാരണം കോമ്പറ്റീറ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ഔട്ടായി പോകുമല്ലോ. അതുപോലെ ഡിമാൻഡ് ഫോർ ദി പ്രൊഡക്റ്റ്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ ശൈലി എങ്ങനെയാണ്? ഹൈ ഇലാസ്റ്റിക് ആണോ, ഇലാസ്റ്റിക്കത കുറവാണോ? നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇന്നിലാസ്റ്റിക് ആണ്. അതായത് നമ്മൾ പ്രൈസ് എത്ര കൂട്ടിയാലും ഡിമാൻഡ് കുറയില്ല. അങ്ങനത്തെ വസ്തുക്കളാണെങ്കിൽ നമുക്ക് ധൈര്യത്തിൽ പ്രൈസ് കൂട്ടാം. അങ്ങനെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൻ്റെ ശൈലി നോക്കണം. ഒബ്ജക്റ്റ് ഓഫ് ദി ഫേം ആണ്, ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാണ്. അപ്പോൾ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം മാക്സിമം സെയിൽ ഉണ്ടാക്കുക, ഒരുപാട് കസ്റ്റമേഴ്സിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് എത്തിക്കുക. എന്നാണെങ്കിൽ ചെറിയ പ്രൈസ് ഫിക്സ് ചെയ്താൽ മതി. അതല്ല മാക്സിമം ഒരു വരുമാനം ഉണ്ടാക്കുക. അങ്ങനെയാണെങ്കിൽ ഹൈ പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടി വരും. അങ്ങനെ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം ആളുകൾക്കിടയിൽ നല്ലൊരു പ്രസ്റ്റീജ് ഉണ്ടാക്കുക എന്നൊക്കെ ലക്ഷ്യമാണെങ്കിൽ അധികം വിൽക്കാതെ, അധികം സെയിൽസ് വേണമെന്നില്ല, ഉള്ളത് നല്ല വലിയ ടീമിന് വലിയ പൈസക്ക് വിറ്റാൽ മതി. വലിയ ആപ്പിൾ ഫോണൊക്കെയാണ് അവരൊക്കെ നല്ല ചെയ്യുന്നത്. അവർ കുറച്ച് വില കുറച്ച് ഒരുപാട് ആളുകളിലേക്ക് എത്താൻ സെയിൽസ് കൂട്ടുകയൊക്കെ ചെയ്യാം. പക്ഷെ അവരവരുടെ ആ ഒരു ഗുഡ് വില്ല് കളയാതെ നോക്കുകയാണ്. ഇൻകം ഓഫ് ദി കൺസ്യൂമേഴ്സ്. നമ്മുടെ കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം അനുസരിച്ചായിരിക്കണം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. നമ്മുടെ കൺസ്യൂമേഴ്സൊക്കെ ഹൈലി ഇൻകമുള്ള വരുമാനമുള്ള ആളുകളാണെങ്കിൽ നമ്മളെ പ്രൈസിങ് നമുക്ക് കൂടുതലായിട്ട് പ്രൈസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല, അവർ വിഷയമാക്കില്ല. എന്നാൽ സാധുക്കളായ ആളുകളാണ്, അവർ ചെറിയൊരു ഡിഫറൻസ് വരെ അവരെ നന്നായിട്ട് ബാധിക്കും. അങ്ങനെയൊക്കെ പ്രശ്നമാണെങ്കിൽ അവർക്കനുസരിച്ച് പ്രൈസ് നീണ്ടും. പിന്നെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻ, അവർക്ക് ചിലപ്പോൾ MRP ആക്റ്റുകളൊക്കെ ഉണ്ടാവും, മാക്സിമം 30% ലാഭം എടുക്കാവൂ. അങ്ങനത്തെ റൂൾസുകളൊക്കെ ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടാണ് പ്രൈസ് ഫിക്സ് ചെയ്യേണ്ടത്. വളരെ സിമ്പിളാണ്. നെക്സ്റ്റ്, പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിലുള്ള വ്യത്യസ്ത സ്ട്രാറ്റജികൾ. പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സ്ട്രാറ്റജികളിൽ ഒന്ന് പ്രൈസ് സ്കിമ്മിങ് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തു മാർക്കറ്റിലേക്ക് ഫസ്റ്റ് കൊണ്ടുവരുന്ന ഇനീഷ്യൽ സ്റ്റേജിൽ നല്ല പ്രൈസ് ചുമത്തുക, പിന്നെ പതുക്കെ കുറച്ച് കൊണ്ടുവരിക. ആപ്പിൾ ഫോണൊക്കെ അങ്ങനെയല്ലേ. ഒരു ആപ്പിളിൻ്റെ 11 ഇറങ്ങുന്ന സമയത്ത് മാർക്കറ്റിൽ വില 1 lakh ആണെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ പിന്നെ 12 13 ഇറങ്ങുമ്പോൾ 11 പ്രൈസ് 50,000 വരെ എത്തി. അങ്ങനെയാണല്ലോ. അത് ഇറങ്ങുമ്പോൾ നല്ല പ്രൈസ് ഫിക്സ്, ആളുകൾ ഓടിച്ചാടി വാങ്ങും. പിന്നെ ആ ആവശ്യക്കാർ കഴിഞ്ഞാൽ പിന്നെ അധികം മുന്നോട്ട് പോകില്ല. അപ്പോൾ പതുക്കെ പ്രൈസ് ഇങ്ങനെ കുറക്കുന്നത്. രണ്ടാമത്താണ് അപ്പോൾ സ്കിമ്മിങ് പ്രൈസ് ഇങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ ഹൈ പ്രൈസ് ചുമത്തുക, പിന്നീട് കുറക്കുക. മാർക്കറ്റ് പെനട്രേഷൻ നേരെ തിരിച്ച് ഒരു വസ്തു മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ പ്രൈസ് ചുമത്തുക, പിന്നെ പതുക്കെ ഗ്രാജുവലി ഇങ്ങനെ കയറ്റിക്കൊണ്ടുവരിക. ആളുകളിലേക്ക് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്കാണ് അത് പുതിയൊരു പ്രൊഡക്റ്റൊക്കെ മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അത്ര ഒരു നിലവാരമില്ലാത്ത അല്ലെങ്കിൽ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കാത്തൊരു കമ്പനിക്ക് പുതിയ പ്രൊഡക്റ്റൊക്കെ ഇറങ്ങുമ്പോൾ തുടക്കത്തിലൊക്കെ ചെറിയ പ്രൈസ് ഉണ്ടാവുള്ളൂ. പതുക്കെ അവരിങ്ങനെ ആളുകൾ അതിനെ ക്യാപ്ചർ ചെയ്യുന്നതനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും. ഇതിനൊക്കെ എക്സാമിന് നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചിട്ട് ഇങ്ങനെ എഴുതാവുന്നതാണ്. ഇപ്പോൾ സിമെൻറ്റിലൊക്കെ അങ്ങനെ കാണാം, പുതിയ സിമെൻറ്റ്. ഇപ്പോൾ ഇന്ത്യാന എന്ന് പറഞ്ഞ സിമെൻറ്റ് ആദ്യകാലത്ത് വന്നിരുന്നു. കുറച്ച് മുമ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് എപ്പോഴും ഉണ്ട്. തുടക്കത്തിൽ വളരെ ലോ റേറ്റ് ആയിരുന്നു അവരുടെ സിമെൻറ്റിന്. ഇപ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ അതേ റേറ്റിലേക്ക് അവരെത്തി. കാരണം അവർക്ക് മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ കഴിഞ്ഞു. അത് പെനട്രേഷൻ പ്രൈസ് അങ്ങനെയാണ്. നെക്സ്റ്റ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. നമ്മുടെ കൺസ്യൂമേഴ്സിന് അതിൽ നിന്ന് എത്ര വാല്യൂ കിട്ടുന്നത് അതനുസരിച്ച് പ്രൈസ് ചെയ്യാം. എന്നാൽ നമ്മുടെ പ്രോഡക്റ്റ് നമുക്ക് ആ കോസ്റ്റ് അനുസരിച്ചോ ഇങ്ങനെയൊന്നുമില്ല. കൺസ്യൂമേഴ്സിന് എത്ര വാല്യൂ കിട്ടുന്നത് അതിനനുസരിച്ചുള്ള പ്രൈസിങ്. ഇപ്പോൾ ഒരു സ്ട്രൈക്കുള്ള ദിവസം, ബസ് ഭയങ്കര സ്ട്രൈക്കാണ്, ആ സമയത്ത്
ചില ജീപ്പുകളൊക്കെ പാരലായിട്ട് ഓടും, ചില ഓട്ടോക്കാരൊക്കെ ഓടും, ഹൈ പ്രൈസ് ചുമത്തും. കാരണം ആളുകൾക്ക് നല്ലൊരു വാല്യൂ കിട്ടുന്നുണ്ട്. നൈറ്റിലൊക്കെ ചിലപ്പോൾ വണ്ടി കാശ് കൂടും. കാരണം എന്താ വെച്ചാൽ അന്ന് പെട്രോളിനൊക്കെ പകലോടാൻ രാത്രി ഓടാനൊക്കെ വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ആളുകൾക്ക് വലിയൊരു ഉപകാരമാണ് ആ രാത്രി ആ സമയത്ത് അവിടുന്ന് ഒരു ഓട്ടോ കിട്ടുക, വണ്ടി കിട്ടുക എന്ന് പറഞ്ഞാൽ അവരെത്രയും ക്യാഷ് കൊടുക്കാൻ തയ്യാറാവും. അതാണ് വാല്യൂ ബേസ്ഡ് പ്രൈസിങ്. പിന്നെ സൈക്കോളജിക്കൽ പ്രൈസിങ് നിങ്ങളുണ്ടല്ലേ, 999 രൂപ, 619 രൂപ, ഇങ്ങനെ. ഇപ്പോൾ ഒരു വസ്തുവിന് ഇപ്പോൾ ഓൺലൈനിലൊക്കെ നമുക്ക് നോക്കിയാൽ 299 രൂപ, കുറച്ചുള്ളൂ നമുക്ക് തോന്നും. ഞാൻ നേരെ തിരിച്ച് 301 രൂപ എന്ന് പറയുമ്പോൾ 300ലേക്ക് കയറുമ്പോൾ കൂടുതൽ പ്രൈസ് ഫീൽ ചെയ്യും. ശരിക്കും 2 രൂപേൻ്റെ വ്യത്യാസമുള്ളൂ, 299, 301. അങ്ങനെ സൈക്കോളജിക്കൽ പ്രൈസിങ്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് പലരും ചെയ്യുന്ന സംഗതിയാണ്. കോസ്റ്റ് അധികം വേറൊന്നും ആലോചിക്കാനില്ല. നമുക്ക് എത്രയാണ് ചിലവായത്, ഒരു 150 രൂപ പ്രൊഡക്ഷന് കോസ്റ്റ് ആയിട്ടുണ്ട്, എന്നാൽ പ്ലസ് ഒരു 10% കൂട്ടിയിട്ട് 165 രൂപയ്ക്ക് വിൽക്കുക. അങ്ങനെ കോസ്റ്റ് പ്ലസ് പ്രൈസിങ്. പിന്നെ ഡൈനാമിക് പ്രൈസിങ്. അതിങ്ങനെ പ്രൈസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും പല പല കാരണങ്ങൾ കൊണ്ട്. ചിലപ്പോൾ ഇപ്പോൾ ബാഗിനും പുസ്തകത്തിനൊക്കെ ഈ സ്കൂൾ തുറക്കുന്ന കാലമാകുമ്പോൾ കൂടും, കുറച്ച് കഴിയുമ്പോൾ പതുക്കെ കുറയും. ഇങ്ങനെ ഡൈനാമിക് പ്രൈസിങ്ങുകളാവും. പിന്നെ ജിയോഗ്രഫിക് പ്രൈസിങ്. അപ്പോൾ ഡൈനാമിക് പ്രൈസിങ് എന്ന് പറഞ്ഞാൽ പ്രൈസ് ഡൈനാമിക് ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പല പല സാഹചര്യങ്ങളും കാരണങ്ങളും ഉണ്ടാകുമ്പോൾ. ജിയോഗ്രഫിക് പ്രൈസിങ്, ഓരോ ഏരിയയിൽ ഓരോ പ്രൈസ് ആയിരിക്കും. ഇപ്പോൾ ടൗണിലൊക്കെ ചില കാര്യങ്ങൾക്ക് ഭയങ്കര റേറ്റ് ആയിരിക്കും, അത് നാട്ടിലേക്ക് ഗ്രാമങ്ങളിലേക്ക് എത്തുമ്പോൾ ചെറിയ പ്രൈസിന് കൊടുക്കും. അപ്പോൾ ഐസ്ക്രീമുകളൊക്കെ കാണാം, നമ്മൾ ഗ്രാമങ്ങളിലേക്ക് ചെന്നാൽ 10 രൂപേൻ്റെ കോണൊക്കെ കിട്ടും, എന്നാൽ ടൗണിൽ ചെന്നാൽ 10 രൂപേൻ്റെ കോൺ ഉണ്ടാകും, മിനിമം 20 രൂപേൻ്റെ കോൺ ഐസ്ക്രീമൊക്കെ ഉണ്ടാവുക. അതെന്താണെന്ന് വെച്ചാൽ ടൗണിലെ ആളുകൾ അത് വാങ്ങും എന്നറിയാം. പ്രത്യേകിച്ച് ഒരു പാർക്കിലൊക്കെ നമ്മൾ ചെന്നാൽ, അല്ലെങ്കിൽ എയർപോർട്ടിൽ ചെന്നാൽ ഒരു ചായക്ക് 50 രൂപ, 150 രൂപയൊക്കെ ആയിരിക്കും. മാളിലൊക്കെ ചെന്നാൽ ഒരു പോപ്കോണിൻ്റെ വില 150, 200 പോകും. ഇവിടെ റോഡ് സൈഡിലെത്തി കഴിഞ്ഞാൽ അതിൻ്റെ സെയിം കമ്പനി ആയിരിക്കും ചിലപ്പോൾ സെയിൽ ചെയ്യുന്നത്. അതാണ് രസവും. ചിലപ്പോൾ അതിൻ്റെ ബക്കറ്റ് പാക്കൊന്ന് മാറ്റിയേക്കാം, അത്രയേ ഉള്ളൂ. അതാണ് ജിയോഗ്രഫിക് പ്രൈസിങ്. അപ്പോൾ പ്രൈസിങ്ങിൽ വ്യത്യസ്ത ടെക്നിക്കുകളാണ്, സ്ട്രാറ്റജീസാണ്. ലാസ്റ്റിന് മുമ്പുള്ള സെക്കൻഡ് ലാസ്റ്റ്, ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ ഇൻ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നമ്മുടെ പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യുന്ന, പ്രൈസിങ് ഡിസിഷൻ എഫക്റ്റ് ചെയ്യുന്ന ചില വിഷയങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ. അന്താരാഷ്ട്ര മാർക്കറ്റിലാകുമ്പോൾ ചിലപ്പോൾ 1-2 പോയിൻറ്റ് കൂടുന്നുള്ളൂ. നേരത്തെ പറഞ്ഞാൽ ഒബ്ജക്റ്റീവ്സ് പ്രൈസിങ്ങിനെ എഫക്റ്റ് ചെയ്യും. കാരണം സ്ഥാപനത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് മാക്സിമം ആളുകളിലേക്ക് നമ്മളെ പ്രൊഡക്റ്റ് എത്തിക്കുക, ലാഭം നോക്കേണ്ടതില്ല എന്നാണെങ്കിൽ പ്രോഫിറ്റ് കൺസിഡർ ചെയ്യാതെ മാക്സിമം ആളുകളിലേക്ക് എത്തിക്കണമെങ്കിൽ കുറഞ്ഞ പ്രൈസ് ചെയ്താൽ മതി. അധികം ആളിലേക്ക് എത്തിക്കണം എന്നില്ല. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ വാല്യൂ, ആ ഒരു പ്രസ്റ്റീജ് നിലനിർത്തണം എന്നാണെങ്കിൽ ഹൈ പ്രൈസ് ചുമത്തണം. അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് സ്വാഭാവികമായിട്ട് പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. കോസ്റ്റ് കൂടിയ സ്വാഭാവികമായിട്ട് പ്രൈസ് കൂടും, കോസ്റ്റ് കുറഞ്ഞാൽ പ്രൈസ് കുറയും. നമ്മുടെ ഡിമാൻഡിനനുസരിച്ച്, നമ്മുടെ ഡിമാൻഡ് ഇലാസ്റ്റിക് ആണോ ഇൻഇലാസ്റ്റിക് ആണോ, അതുപോലെ തന്നെ സെയിൽസ് നമ്മൾ പ്രൈസ് കുറച്ച് കഴിഞ്ഞാൽ സെയിൽസിൻ്റെ വോളിയം കുറയോ കൂടും, ഇങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മുടെ ആളുകളുടെ ഡിമാൻഡിൻ്റെ ശൈലി എങ്ങനെയുണ്ട്. നമ്മൾ പ്രൈസ് കുറച്ചാൽ ആളുകൾ കൂടുതൽ വാങ്ങാൻ തയ്യാറാണ്, അപ്പോൾ പ്രൈസ് കുറക്കും. ചിലപ്പോൾ നമ്മൾ പ്രൈസ് കൂട്ടിയാൽ ആളുകൾ കൊഴിഞ്ഞു പോകുന്നില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്രൈസ് കൂട്ടും. ഡിമാൻഡിൻ്റെ ശൈലിയും പ്രൈസിങ്ങിനെ ബാധിക്കും. പിന്നെ ബിസിനസ് കോമ്പറ്റീറ്റേഴ്സിൻ്റെ അവസ്ഥ. സ്വാഭാവികമായിട്ടും ഹൈ കോമ്പറ്റീഷനുള്ള സ്ഥലത്ത് നമുക്ക് കോമ്പറ്റീറ്റേഴ്സിനെ, പ്രധാനമായിട്ടും ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഹൈ കോമ്പറ്റീഷൻ ആയിരിക്കും, പല കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഒരു എക്സ്പോർട്ടറെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഡൊമസ്റ്റിക് മാർക്കറ്റിലുള്ള ലീഡറെ പിൻപറ്റിയല്ലാതെ മറ്റൊരു ഓപ്ഷൻ അവരുടെ മുമ്പിൽ ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ അത്രയും, ഇപ്പോൾ നമ്മളിവിടുന്ന് ജപ്പാനിലേക്ക് അല്ലെങ്കിൽ UK ഒരു പ്രൊഡക്റ്റ് ഇവിടുന്ന് കയറ്റി അയക്കുകയാണെങ്കിൽ, എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ, അവിടെ ഓൾറെഡി ഓടിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളുണ്ടാവും സെയിം. അപ്പോൾ അവരെ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രൈസിങ് ചുമത്തി കഴിഞ്ഞാൽ പിടിച്ചെടുക്കാൻ കഴിയില്ല. അപ്പോൾ കോമ്പറ്റീഷൻ നമ്മുടെ പ്രൈസിനെ ബാധിക്കും. എക്സ്ചേഞ്ച് റേറ്റ്, ഇതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എക്സ്ചേഞ്ച് റേറ്റ് പ്രൈസിങ്ങിനെ ബാധിക്കും. ഇപ്പം നമ്മുടെ രൂപയുടെ മൂല്യം വളരെ കുറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഉദാഹരണം, ഇപ്പോൾ ഡോളറിന് 80 രൂപയാണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഡോളർ കിട്ടണമെങ്കിൽ 80 രൂപ കൊടുക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ഡോളർ നമ്മൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നാൽ 80 രൂപ നമുക്ക് കിട്ടും. രൂപയുടെ മൂല്യം കുറഞ്ഞു. ഒരു ഡോളർ കിട്ടണമെങ്കിൽ 100 രൂപ കൊടുക്കണം എന്നുള്ള അവസ്ഥയായി. എന്നാൽ ഒരു ഡോളർ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് 100 രൂപ കിട്ടുന്നല്ലേ. അപ്പോൾ നമുക്ക് വിദേശത്തേക്ക് എക്സ്പോർട്ടിങ് വേണമെങ്കിൽ പ്രൈസ് കുറക്കാം. കാരണം എന്ന് വെച്ചാൽ പണ്ട് $1.5 ചുമത്തിൻ്റെ സ്ഥാനത്ത് നമുക്കിപ്പം കുറച്ച് ഡോളർ അല്ലേ, ഒരു ഡോളർ നമ്മൾ സെയിൽ നടത്തി കഴിഞ്ഞാൽ നാട്ടിൽ 80 രൂപയെ കിട്ടുള്ളായിരുന്നു. പക്ഷേ ഇപ്പം നമുക്ക് $1 സെയിൽ നടത്തിയാൽ 100 രൂപ കിട്ടും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പ്രൈസ് കുറക്കാൻ പറ്റും. ഇങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് പിന്നെ ഇൻ്റർനാഷണൽ മാർക്കറ്റിങ്ങിൽ പ്രൈസിനെ നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എഫക്റ്റ് ചെയ്യും. കാരണം ഒരു രാജ്യത്തെ കറൻസി മറ്റൊരു രാജ്യമായിട്ട് തട്ടിച്ച് നോക്കുമ്പോഴുള്ള വിഷയം. അതുപോലെ തന്നെ മാർക്കറ്റിങ്ങിൻ്റെ സ്വഭാവം, ഡിമാൻഡിൻ്റെ ട്രെൻഡ്,
അത് ഡിമാൻഡ് പല ട്രെൻഡുകളുണ്ടാവും. കൂടിക്കൊണ്ടിരിക്കുന്ന ഡിമാൻഡാണെങ്കിൽ നമുക്ക് പ്രൈസ് കൂട്ടാം. അല്ല കുറഞ്ഞിരുന്ന ട്രെൻഡ് ഉണ്ടാവും, അല്ലെങ്കിൽ സൈക്ലിക്കൽ ഡിമാൻഡ് ട്രെൻഡ്, പല ട്രെൻഡുകളുണ്ടാവും. കൺസ്യൂമേഴ്സിൻ്റെ ഇൻകം ലെവൽ അത് പ്രൈസിങ്ങിനെ ബാധിക്കും. പിന്നെ ഒരു നമ്മുടെ പ്രൊഡക്റ്റ് കൺസ്യൂമേഴ്സിന് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്. ഇപ്പോൾ മരുന്നുകളൊക്കെ അതൊക്കെ ഭയങ്കര പ്രൈസിങ് അല്ലേ, ആളുകൾ ഇറക്കുന്ന പ്രൈസിങ്ങാണ്. കാരണം ആളുകൾക്ക് പ്രാധാന്യമുണ്ട്. പിന്നെ മാർജിൻ ഓഫ് പ്രോഫിറ്റ്, നമ്മുടെ സ്ഥാപനം കൊണ്ടു നടക്കുന്ന പ്രോഫിറ്റ്, നമുക്ക് എത്രയാണ് പ്രോഫിറ്റ് വേണ്ടത്, ഒരു 10% പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളെ പ്രൈസിനെ ബാധിക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് ഫാക്ടർ, ഗവൺമെൻറ് പോളിസി, പ്രൈസിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ നിയമങ്ങൾ, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടുമായി ബന്ധപ്പെട്ട ടാക്സ്, ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ. ആൻഡ് ദ ലാസ്റ്റ് വൺ, ട്രാൻസ്ഫർ പ്രൈസിങ്. ട്രാൻസ്ഫർ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു കമ്പനീൻ്റെ തന്നെ വ്യത്യസ്ത ബ്ലോക്കുകളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കമ്പനിക്ക് വ്യത്യസ്തമായ സബ്സിഡിയറി കമ്പനികളുണ്ടാവും. ഇവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പ്രൈസിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഒരു കാർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. ഒരു കാർ മാനുഫാക്ചറിങ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഒരു യൂണിറ്റ് ആയിരിക്കും. അത് പ്രത്യേക കമ്പനിയായിട്ട് തന്നെ അവർ വെക്കും. അതുപോലെ അതിൻ്റെ ടയർ കാര്യം മറ്റൊരു ടീമായിരിക്കും. അതിൻ്റെ ഇലക്ട്രോണിക് മറ്റൊരു കമ്പനിയായിരിക്കും. മറ്റൊരു ടീം പറഞ്ഞാൽ ഈ ഒരു കമ്പനീൻ്റെ അണ്ടറിലുള്ള സബ്സിഡി കമ്പനി ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടൈപ്പായിട്ടുള്ള കമ്പനികളിൽ ഇവരിന്ന് പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉണ്ടാക്കുന്നത് അവസാനം അതെല്ലാം കൂടി യോജിപ്പിക്കുന്ന ഒരു ടീമുണ്ടാവും. അപ്പം ഇതിൻ്റെ ഇടയിൽ കമ്പനീൻ്റെ വ്യത്യസ്ത യൂണിറ്റുകൾക്കിടയിൽ, അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനികൾക്കിടയിൽ, അല്ലെങ്കിൽ പരസ്പരം ഒന്നിച്ചു നിൽക്കുന്ന കമ്പനികൾക്കിടയിൽ അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫറിങ് ഉണ്ടാവുമല്ലോ. അതാണ് അവർക്കിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴുള്ള പ്രൈസിംഗ് ആണ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇപ്പോൾ എൻ്റെ കമ്പനിക്ക് 2 ബ്രാഞ്ച് ഉണ്ട്, എ ആൻഡ് ബി. അപ്പോൾ ഞാൻ ബി എന്നുള്ള ബ്രാഞ്ചുകാർ എ എന്നുള്ള ബ്രാഞ്ചിൽ നിന്ന് പ്രൊഡക്റ്റ് വാങ്ങും. അങ്ങനെ വാങ്ങുമ്പോൾ ഈ 2 ബ്രാഞ്ചുകൾക്കിടയിൽ പ്രൈസ് ചുമത്തും. ആ പ്രൈസ് ചുമത്തിയാലും അത് തോന്ന ചുമത്തിയാലും കുറച്ച് ചുമത്തിയാലൊക്കെ എന്നെ സംബന്ധിച്ചോളം വ്യത്യാസങ്ങളൊന്നുമില്ല. കാരണം എ എന്നുള്ള കമ്പനിയിൽ നിന്ന് ഞാൻ 100 രൂപക്ക് പ്രൊഡക്റ്റ് വാങ്ങിയാൽ എൻ്റെ എ എന്നുള്ള ബ്രാഞ്ചിൽ നിന്ന് 100 രൂപക്ക് ഞാൻ വാങ്ങിയാൽ ബി എന്നുള്ള ബ്രാഞ്ച് അങ്ങോട്ട് 100 രൂപ കൊടുക്കണം. ഇങ്ങോട്ടത്തേലും എൻ്റെ പ്രൈസ് തന്നെയാണ്. പക്ഷേ അവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കാണ്ട്. ട്രാൻസ്ഫർ പ്രൈസിങ് ചിലപ്പോൾ മാർക്കറ്റ് ബേസ്ഡ് ട്രാൻസ്ഫർ പ്രൈസിങ് ഉണ്ടാവും. മാർക്കറ്റിലെ വിലക്കനുസരിച്ച് തന്നെ നമ്മൾ ചിലപ്പോൾ ഈ നമ്മുടെ ബ്രാഞ്ചുകൾക്കിടയിൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരേ കമ്പനികൾക്കിടയിൽ, സബ്സിഡിയറി കമ്പനികൾക്കിടയിൽ പ്രൈസിങ് ചെയ്യും. ചിലപ്പോൾ കോസ്റ്റ് ബേസ്ഡ് ആയിക്കാരം, ചിലപ്പോൾ നെഗോഷിയേറ്റഡ് പ്രൈസിങ് ആയിക്കാരം. പരസ്പരം അണ്ടർസ്റ്റാൻഡിങ്ങിൽ കമ്പനികൾക്കിടയിൽ ചെറിയ ഉടായ്പകളൊക്കെ നടത്തിയിട്ട്, അതായത് ടാക്സ് വെട്ടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, നെഗോഷിയേറ്റഡ് ട്രാൻസ്ഫർ പ്രൈസിങ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിങ് ആണ് എന്തെന്ന് മനസ്സിലായല്ലോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്ഫർ പ്രൈസിങ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാൻ ട്രാൻസ്ഫർ പ്രൈസിങ് വേണ്ടി വരും. അതായത് അതിൻ്റെ ഉപകാരം ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസ്ഫർ പ്രൈസിങ് കൊണ്ടുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു കാർ കമ്പനിയാണ്. എൻ്റെ കാർ കമ്പനിക്ക് വേണ്ട സോഫ്റ്റ്വെയറുകൾ, കാറിന് കുറേ സോഫ്റ്റ്വെയറുകളും ഇലക്ട്രോണിക്സ് ഐറ്റമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇന്ത്യയിലാണെന്ന് വിചാരിക്കുക. കാറിൻ്റെ ബാക്കി മാനുഫാക്ചറിങ് ഒക്കെ നടക്കുന്നത് മറ്റൊരു രാജ്യം അഫ്ഗാനിസ്ഥാനിലാണ്. അവിടെ വെച്ചിട്ടാണ് മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുപോലെ വേറെ ചില പാർട്സ് ഉണ്ടാക്കുന്നത് ജപ്പാനിലാണ്. വേറെ ചില പാർട്സാണ് എനിക്ക് പല സ്ഥലത്ത് എൻ്റെ ബ്രാഞ്ചുകളുണ്ട്, പലതും പല സ്ഥലത്ത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു കാർ ഉണ്ടാക്കാനുള്ള എൻ്റെ സോഫ്റ്റ്വെയർ, ഇലക്ട്രോണിക് ഐറ്റംസൊക്കെ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കാൻ എനിക്ക് കോസ്റ്റ് 10,000 രൂപയാവുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഞാനത് അഫ്ഗാനിസ്ഥാനിലേക്ക് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യണം, എന്നിട്ടല്ലേ എനിക്ക് അവിടെ വെച്ച് എൻ്റെ കാർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഈ 10,000 രൂപ ഇവിടുന്ന് 10,000 പ്ലസ് എൻ്റെ ഇവിടുത്തെ ഇന്ത്യയിലുള്ള ആ ബ്രാഞ്ചിന് ഒരു 2,000 രൂപ ലാഭം, ടോട്ടൽ 12,000 രൂപയ്ക്ക് ഞാൻ ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്താൽ 12,000-ന് ഇന്ത്യ ചിലപ്പോൾ എനിക്ക് എക്സ്പോർട്ടിന് ഒരു 20% ടാക്സ് ചുമത്തിയാൽ 1,200 × 2 2,400 രൂപ ഞാൻ ടാക്സ് ഇറക്കണം. അവിടെയാണ് ട്രാൻസ്ഫർ പ്രൈസിങ്ങിൻ്റെ മൈൻഡ് ഉദിക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ വസ്തുവിൻ്റെ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ പൈസ, ഈ ഇലക്ട്രോണിക് ഐറ്റംസിനും ഈ സോഫ്റ്റ്വെയറിനും 10,000 കോസ്റ്റുള്ള സാധനം 12,000-നല്ല ഞാൻ അതിലെ പ്രൈസ് ഇടുക. ഞാൻ അതിൻ്റെ വില 2,000 ഇടും. ഇപ്പോൾ 2,000 രൂപയാണ് ഞാൻ അതിന് വില ഇട്ടിട്ട് ഇവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഇവിടെ സംബന്ധിച്ചോളം നഷ്ടമൊന്നുമില്ലല്ലോ. ഇവിടെ 2,000 ഇട്ടാൽ എനിക്ക് അവിടെ എത്തുമ്പോൾ എൻ്റെ കോസ്റ്റ് കുറയുമല്ലോ, എൻ്റെ മറ്റേ കാറിൻ്റെ കോസ്റ്റ് കുറയുമല്ലോ. 2 സ്ഥാപനം എൻ്റെ തന്നെയല്ലേ, എൻ്റെ ഒരു സാധനം അപ്പുറത്തേക്ക് കൊണ്ടുവന്നതിന് ഇവിടെ 2,000 ഇടുന്നതുകൊണ്ട് എനിക്കുള്ള മെച്ചം എന്താ, ഞാൻ ഗവൺമെൻറ്റിക്ക് ടാക്സ് വെറും 400 അടച്ചാൽ മതി, അതിൻ്റെ 20%. ഓക്കെ, അപ്പോൾ അതിൻ്റെ കോസ്റ്റ് അനുസരിച്ച് യഥാർത്ഥ പ്രൈസ് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ ഇവിടെ 2,000 ഇട്ടാൽ ഞാൻ 400 അടക്കണം, 400 അടച്ചാൽ മതി എനിക്ക്. അല്ല, ഇവിടെ യഥാർത്ഥ 12,000 ഞാൻ ചിലവിട്ട് കഴിഞ്ഞാൽ, അതിൻ്റെ പ്രൈസ് ഇട്ട് കഴിഞ്ഞാൽ 2,400 രൂപ ടാക്സ് അടക്കേണ്ടി വരും. ഇങ്ങനെ ടാക്സ് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ശരിക്കും ഈ ട്രാൻസ്ഫർ പ്രൈസിങ് പലപ്പോഴും ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാക്സുകൾ കൂടിയ രാജ്യത്ത് നമ്മളെ ഒരു സ്ഥാപനം, അല്ലെങ്കിൽ അവിടെ നമ്മുടെ ബ്രാഞ്ചോ നമ്മളുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ ഉണ്ടെങ്കിൽ അവിടുന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ പ്രൈസ് വളരെ കുറച്ച് കാണിക്കും.
അതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യുക എന്നൊരു ഉദ്ദേശമാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് ഉള്ളത്. അതുപോലെ ടാക്സ് ആൻഡ് താരിഫ് കുറക്കുക, പിന്നെ ക്യാഷ് ഫ്ലോ എഫക്റ്റീവ്ലി മാനേജ് ചെയ്യുക. അത് ഈ ട്രാൻസ്ഫർ പ്രൈസിങ് ഇട്ട് കഴിഞ്ഞാൽ ഓരോ ബ്രാഞ്ചിലും എത്ര കിട്ടുന്നുള്ള കൃത്യമായിട്ട് കാണാൻ കഴിയുള്ളൂ. പിന്നെ അതുപോലെ ഗവൺമെൻറ് ടാക്സ് അല്ലേ, ഗവൺമെൻറ് ടാക്സ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കോൺഫ്ലിക്റ്റ് ഒഴിവാക്കുക. അതുപോലെ സബ്സിഡിയറി കമ്പനികളുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനും ട്രാൻസ്ഫർ പ്രൈസിങ് ഉപയോഗിക്കുന്നുണ്ട്. ചില ചോദിക്കും എന്തിനാണ് രണ്ടും നിങ്ങളുടെ ബ്രാഞ്ച് തന്നെയല്ലേ, ഒരേ കമ്പനീൻ്റെ രണ്ട് ബ്രാഞ്ചുകളിലെ രണ്ട് റൂം പോലെയല്ലേ, അത് ഒന്നിന്ന് മറ്റൊന്നിലേക്ക് പണം കൊണ്ടുപോകുന്നത് എന്തിനാണ് ട്രാൻസ്ഫർ പ്രൈസിംഗ് പ്രൈസ് ചുമത്തുന്നത് എന്ന് ചോദിക്കും. അതാണ് അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ബ്രാഞ്ചിൽ നിന്ന് അടുത്ത ബ്രാഞ്ചിലേക്ക് കൊടുക്കുന്നതിന് എന്തിനാണ് പ്രൈസിംഗ് ഒക്കെ ചുമത്തുന്നത്, പ്രൈസ് ചുമത്തുന്നതിനാണ്. അതാ ടോട്ടൽ ആ ബ്രാഞ്ചുകാർ ഒരു കൊല്ലം കൊണ്ട് എത്ര ലാഭം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ നോക്കാൻ അവരുടെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയത്. അപ്പോൾ ട്രാൻസ്ഫർ പ്രൈസിംഗ് എന്താ മനസ്സിലാക്കുക, ഒരേ കമ്പനിയുടെ വ്യത്യസ്ത ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ സബ്സിഡിയറി കമ്പനികൾ അല്ലെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട കമ്പനികൾ അവർക്കിടയിലുള്ള ട്രാൻസ്ഫറിങ് പ്രൊഡക്റ്റ് ആൻഡ് സർവീസിൻ്റെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ട്രാൻസ്ഫറിങ്ങിന് അവർ ചുമത്തുന്ന പ്രൈസിംഗ് ആണ് ശരിക്കും ഇത് ട്രാൻസ്ഫർ പ്രൈസിങ്. പ്രധാനമായിട്ട് ഉള്ള മെച്ചം ടാക്സ് ബെനിഫിറ്റ്, അതേപോലെ ഓരോ ബ്രാഞ്ചിൻ്റെ അല്ലെങ്കിൽ ഓരോ സബ്സിഡിയറി കമ്പനിൻ്റെയും പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു യൂണിറ്റ് അവസാനിച്ചു.